ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കൊച്ചു തക്കാളി തീയൽ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ഈസി ടൊമാറ്റോ തീയൽ റെസിപ്പിയാണ്. ഇതിൽ എനിക്ക് സ്പെഷ്യലായി തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് തന്നെയുള്ള ടൊമാറ്റോ ഉപയോഗിച്ചാണ് ഞാൻ ഈ തീയൽ ഉണ്ടാക്കുവാനായി പോകുന്നത്. ഇവരൊക്കെയാണ് ബാൽക്കണി ഗാർഡനിലെ എൻ്റെ തക്കാളി ചെടികൾ. മാർക്കറ്റിൽ നിന്നും വാങ്ങിയ ടൊമാറ്റോയുടെ അരി പാകി മുളപ്പിച്ച് നട്ട ചെടികളാണിതെല്ലാം. 2-3 ചട്ടികളിലായിട്ടാണ് ഞാൻ ഈ ചെടികൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പഴുത്തു നിൽക്കുന്ന ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മുടെ തീയലിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് പഴുത്ത തക്കാളിയാണ്. അതിനെ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 നുള്ള ഉലുവാപ്പൊടി, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ചെറിയ ഉള്ളി, ഒരു 20-25 എണ്ണമെങ്കിലും എടുക്കാം, ഒരു അരമുറി തേങ്ങ ചിരകി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, നെടുകെ കീറിയ പച്ചമുളക് 2 എണ്ണം. എരിയുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കറിവേപ്പില 2 തണ്ട്, ഒരു ചെറിയ നെല്ലിക്ക സൈസ് വാളംപുളി, അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടുക് വറക്കുവാനായുള്ള കടുക്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ചൂടാക്കിയ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമാക്കി തേങ്ങ ഒരു നല്ല ബ്രൗൺ കളറാകുന്നത് വരെ കണ്ടിന്യൂസ് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങയുടെ ചൂട് പോകുവാനായി അല്പസമയം വയ്ക്കുക. അതിനുശേഷം വേണം അരച്ചെടുക്കുവാൻ. അപ്പോഴേക്കും മറ്റൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ അതിലേക്ക് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് വാളൻപുളി പിഴിഞ്ഞൊഴിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം വേവിക്കാനായി വെക്കാം. അപ്പോഴേക്കും വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിളക്കി കറി ഒന്ന് കുറുകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒട്ടും കൂടരുത്. ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ കറിയൊക്കെ കുറുകി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. തീയലിൽ കുറച്ച് മധുരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അല്പം ശർക്കര പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി തീയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.